കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ പയ്യന്നൂർ കാറമേൽ യു.പി. സ്കൂളിൽ തെരഞ്ഞെടുപ്പിനിടെ യു.ഡി.എഫ് ആക്രമണം. യു.ഡി.എഫ് ആക്രമണത്തിൽ 2 എൽ.ഡി.എഫ് പ്രവർത്തകർക്ക് പരിക്ക്. കെ.വി. ലാലു, ടി.വി. നിതുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, സംസ്ഥാനത്ത് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച സമാധാനപരമായി നടക്കുന്ന പോളിംഗ് ആദ്യമായിട്ടാണ് ഒരു അപശബ്ദം കേൾക്കുന്നത് കാസർഗോഡ് നിന്ന്. അത് യു.ഡി.എഫ് നടത്തിയ അക്രമത്തിൽ 2 എൽ.ഡി.എഫ് പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത്. എന്താണ് ഈ അതിക്രമത്തിലേക്ക് നയിച്ചത്? അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? സിജു, പോളിംഗ് നല്ല രീതിയിൽ സുഗമമായി പുരോഗമിച്ചു വരികയായിരുന്നു. ഇതിനിടെയാണ് ഒരു വിഭാഗം യു.ഡി.എഫ് പ്രവർത്തകർ അവിടെ സംഘർഷമുണ്ടാക്കിയത്. പോളിംഗുമായി ബന്ധപ്പെട്ട് വാക്തർക്കമുണ്ടാക്കുകയും പിന്നീട് എൽ.ഡി.എഫ് പ്രവർത്തകരെ മർദ്ദിക്കുകയുമായിരുന്നു. എൽ.ഡി.എഫ് പ്രവർത്തകർക്ക് 2 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. കെ.വി. ലാലു, ടി.വി. നിതുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. അതേസമയം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ സ്ഥലത്തെത്തി, യു.ഡി.എഫ് സ്ഥാനാർത്ഥി സ്ഥലത്തെത്തി അവിടെ കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്തു. പരിക്കേറ്റ 2 പേരെയും, ലാലുവിനെയും നിതുലിനെയും പയ്യന്നൂരിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എൽ.ഡി.എഫിൻ്റെ ബൂത്ത് ഏജന്റിനെ ഒരു സംഘം പ്രവർത്തകർ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത്. ഇത് ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് ഒരു എൽ.ഡി.എഫ് പ്രവർത്തകനെയും മർദ്ദിച്ചത്. ആസൂത്രിതമായ ഒരു ആക്രമണത്തിനായിരുന്നു യു.ഡി.എഫ് ഇവിടെ ശ്രമം നടത്തിയത്. സുഗമമായി നടക്കുന്ന പോളിംഗിനിടെ സംഘർഷമുണ്ടാക്കി ശ്രദ്ധ വഴിതിരിച്ചു വിടുക എന്ന ലക്ഷ്യമാണ് യു.ഡി.എഫിന് ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ രാജ്മോഹൻ ഉണ്ണിത്താനെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. തുടർന്ന് 15 മിനിറ്റോളം ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന തരത്തിൽ ഈ ക്യൂവിലുള്ള വോട്ടർമാരുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി നേരിട്ട് വന്ന് സംസാരിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു. ഇതിനെ എൽ.ഡി.എഫ് ചോദ്യം ചെയ്തു. ഇതും ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഏതായാലും ഇതിനെതിരെ എൽ.ഡി.എഫ് ഏജന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. സുഗമമായി നടക്കുന്ന സമാധാനപരമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സംഘർഷാവസ്ഥയുണ്ടാക്കി മറ്റൊരു തലത്തിലേക്ക് ചർച്ച വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമമായിരുന്നു യു.ഡി.എഫിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്, കാറമേൽ യു.പി. സ്കൂളിൽ ഉണ്ടായത്. ഈ കാറമേൽ യു.പി. സ്കൂളിൽ തന്നെയാണോ രാജ്മോഹൻ ഉണ്ണിത്താനും എത്തിച്ചേർന്ന് ഈ പെരുമാറ്റച്ചട്ടം ലംഘിച്ചത്? സിജു, കാർമേൽ യു.പി. സ്കൂളിൽ തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി എത്തിയ പ്രകോപനപരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം ലംഘിച്ചത്. പോളിംഗുമായി ബന്ധപ്പെട്ട് വാക്തർക്കമുണ്ടാക്കുകയും അതിനുശേഷം എൽ.ഡി.എഫിൻ്റെ ബൂത്ത് ഏജന്റിനെ മർദ്ദിക്കുകയുമായിരുന്നു. ബൂത്ത് ഏജന്റിനെ മർദ്ദിച്ചത് ചോദ്യം ചെയ്യുന്നതിനിടെയാണ് അവിടെ ഉണ്ടായിരുന്ന യു.ഡി.എഫ് പ്രവർത്തകർ ആ ചോദ്യം ചെയ്തയാളെയും മർദ്ദിച്ചത്. ഇതിന് പിന്നാലെ രാജ്മോഹൻ ഉണ്ണിത്താനെ ഈ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിളിച്ചു വരുത്തിയ ശേഷം അവിടെ പ്രകോപനപരമായ രീതിയിലുള്ള ഒരു ഇടപെടൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി നടത്തി. അതിനുശേഷം വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിൽ ഇവരുമായി സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.